1965 തമിഴ്നാട്ടിൽ നടന്ന ആൻറ്റി ഹിന്ദി ഇമ്പോസിഷൻ അജിറ്റേഷനെ ആധാരമാക്കിയിട്ടുള്ള സുധാകോങ്കരുടെ അടുത്തുള്ള സിനിമയാണ് പരാശക്തി. അപ്പോൾ ഈ സമരത്തെക്കുറിച്ച്, അതായത് ഈ വിപ്ലവത്തെക്കുറിച്ച് തമിഴ്നാട്ടിന് പുറത്തുള്ളവർക്ക് കാര്യമായിട്ടുള്ള അറിവുണ്ടാവില്ല. അപ്പോൾ ഈ സിനിമ ഈ ഭാഷാസ്നേഹം, പച്ചത്തമിഴൻ്റെ ഭാഷാസ്നേഹം കാണിക്കുന്ന ഒരു സിനിമയാണ് എന്നുള്ളൊരു ധ്വനി ഈ സിനിമയോടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. തമിഴ് മാത്രം അറിയുന്ന ഒരു സമൂഹം അവരുടെ മുമ്പിലേക്ക് ഇനി സർക്കാർ ആവശ്യങ്ങൾക്കെല്ലാം, സർക്കാർ ജോലി കിട്ടാൻ, UPSC എക്സാം തുടങ്ങിയ കാര്യങ്ങൾ, എന്തിന് ഒരു സാധാരണക്കാരൻ മണി ഓർഡർ അയക്കാൻ വേണ്ടി പോസ്റ്റ് ഓഫീസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവന് മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന ഫോം അടക്കം ഹിന്ദിയിൽ വരും. അപ്പോൾ അവർക്ക് തികച്ചും അന്യമായിട്ടുള്ളൊരു ഭാഷ, ആ ഭാഷ പഠിച്ചാലാണ് ഇനി തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ഫ്യൂച്ചറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനെല്ലാത്തിനും വേണ്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഹിന്ദി പഠിക്കണമെന്ന് പറയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ആ എതിർപ്പ് അതൊരു സമരമാവുന്നു, അതൊരു വിപ്ലവമായി മാറുന്നു. പിന്നീട് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറുന്നു. ആ ഒരു കാര്യമാണ് ഈ സിനിമ പറയുന്നത്. തമിഴ് ഭാഷാ സ്നേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു സിനിമയായിട്ടല്ല, ആ സമയത്തുണ്ടായിരുന്ന സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലിമാണ് പരാശക്തി. അന്നത്തെ മദ്രാസ് സ്റ്റേറ്റ്, അതായത് ഇന്നത്തെ തമിഴ്നാട്, ആ സമയത്ത് കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഹിന്ദി ഇമ്പോസിഷൻ അജിറ്റേഷൻ ആ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ അവിടെ സ്റ്റുഡൻസ് ആണ് ഇതിനെതിരെ ശക്തമായി സമരം ചെയ്തത്. പിന്നീട് ദ്രവീഡിയൻ പൊളിറ്റിക്സിലേക്ക് വരികയും പിന്നീട് CN അണ്ണാദുരയുടെ നേതൃത്വത്തിൽ എങ്ങനെയാണ് DMK അധികാരത്തിൽ വന്നതെന്നും പിന്നീട് ഇന്ന് വരെ കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ തിരികെ അധികാരത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങളാണ് പരാശക്തി എന്ന് പറയുന്ന ഈ സിനിമ 2 മണിക്കൂർ 45 മിനിറ്റിൽ പറയുന്നത്. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ 1959 ഇതായത് നെഹ്റുവിൻ്റെ കാലത്ത് ആദ്യം തന്നെ ഈ ഹിന്ദി ഇമ്പോസിഷൻ കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ പുറനാനൂറ് ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. അതിൻ്റെ ലീഡർ ചെഴിയൻ, അതാണ് SK അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ. അവരതിനെ എതിർക്കുകയും ഒരു ചെറിയ കലാപം നടത്തുകയും അത് അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അതൊരു വിജയമാണെങ്കിൽ പോലും അവർക്കുണ്ടായിരുന്ന നഷ്ടം ഒരു വലിയ നഷ്ടമായിരുന്നു. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ കൊല്ലപ്പെടുകയും ഇനി അങ്ങോട്ടേക്ക് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും താനില്ല എന്ന് പറഞ്ഞ് റെയിൽവേയിൽ ഒരു ജോലിയൊക്കെ നോക്കി കുടുംബത്തിന് വേണ്ടി ജീവിച്ചു വരികയാണ് നമ്മുടെ നായകൻ. പക്ഷേ വൺസ് എ റെവല്യൂഷണറി ഓൾവേസ് എ റെവല്യൂഷണറി എന്ന് പറയുന്ന പോലെ തിരിച്ച് ആ വിപ്ലവത്തിൻ്റെ മാർഗ്ഗത്തിലേക്ക് നമ്മുടെ നായകൻ എത്തുന്നതും എന്തുകൊണ്ടാണ് എത്തിയത് തുടങ്ങിയ കാര്യങ്ങളും എല്ലാമാണ് ഈ സിനിമയുടെ ബാക്കി കഥയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിൻ്റെ സ്ക്രിപ്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെവല്യൂഷനാണ് സിനിമയുടെ തീം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് വിപ്ലവം നടക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ സിനിമ വിജയിച്ചു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ തുടക്കത്തിൽ തന്നെ രവിമോഹൻ്റെ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ആർക്കുണ്ട്, അയാൾ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാൾ മുസ്ലിം ആയിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിരിക്കാം. അയാളുടെ മതം അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കുന്ന ഐഡിയോളജി അതായിരിക്കാം. പക്ഷേ അയാളുടെ സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളോട് തന്നെ വെറുപ്പായിരിക്കും. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ, നമുക്ക് ചുറ്റും കാണാം. അങ്ങനെയുള്ള ഒരാളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളായിട്ടാണ് രവിമോഹൻ്റെ ക്യാരക്ടർ വരുന്നത്. ഈ ക്യാരക്ടറിൻ്റെ ആ ക്യാരക്ടർ ആർക്ക് ഡീപ്പായിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു വളരെ ചെറിയ മിനിമലായിട്ടുള്ള ഡയലോഗ്സിലാണ് പറയുന്നുള്ളൂ. പക്ഷേ അത് വളരെ എഫക്റ്റീവായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ രവിമോഹനും ഈ പറയുന്ന SKയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നീട് സിനിമ തുടങ്ങുന്നത്. പിന്നീട് ഈ നായകൻ്റെ തീരുമാനം കാരണം എല്ലാത്തിൽ നിന്നും മാറി ജീവിക്കുന്നു. അപ്പോൾ ഈ നായകൻ്റെ അനിയനും തമ്മിലുള്ള കെമിസ്ട്രി കാണിക്കുന്ന കുറേ സീക്വൻസ്, അതുപോലെ അതൊരു ലവ് ട്രാക്ക് വരുന്നുണ്ട് ശ്രീലീലയുടെ, അതെല്ലാം അതിൻ്റെ ഇടയിൽ പാട്ട് വരുന്നുണ്ട്. ഇതെല്ലാം നൈസായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എല്ലാത്തിൽ നിന്നും മാറി പുതിയൊരു ജീവിതം ജീവിക്കുന്ന നായകൻ തിരിച്ച് റെവല്യൂഷണറി ട്രാക്കിലേക്ക് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ട്രിഗർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഈ സിനിമയിലെ സ്ക്രിപ്റ്റ് പറയുന്നത്. അതിലൊന്ന് ജോലിയെ സംബന്ധിച്ചപ്പെട്ടാണെങ്കിലും രണ്ടാമത്തേത് ഒരാളുടെ ഒരു ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ ഒരു സീക്വൻസിൻ്റെ സ്റ്റേജിങ് അത്ര എഫക്റ്റീവായിട്ടല്ല എഴുതിയിരിക്കുന്നതും അത് സ്ക്രീനിൽ വന്നിരിക്കുന്നതും. പക്ഷേ ഈ ഒരു കടമ്പ കഴിഞ്ഞാലാണ് ഈ നായകൻ തിരിച്ച് ആ റെവല്യൂഷൻ പാതയിലേക്ക് എത്തി പിന്നീട് കഥ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മെയിനായിട്ടുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള ഈ മൊമെൻറ്റ് ഈ സിനിമയിൽ വളരെ വീക്കായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു കുറവ് നമ്മൾ റിയലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഇൻ്റർവൽ ബ്ലോക്ക് വരുന്നുണ്ട്. ആ സമയത്തുള്ള ക്യാമറ ആംഗിൾ, ഒരു വിപ്ലവ വീര്യം തുടിക്കുന്ന രംഗങ്ങൾ എന്നൊക്കെ പറയൂലേ, അതുപോലെ നല്ല സ്റ്റേജിങ്ങിൽ ഗംഭീരമായിട്ട് വന്നിരിക്കുന്ന ഒരു ഇൻ്റർവൽ പോയിൻ്റ് ഉണ്ട്. അത് സിനിമയുടെ വളരെ സീരിയസ് ടോണാണത്. പക്ഷേ ഇൻ്റർവൽ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ആദ്യത്തെ സീനിൽ തന്നെ പിന്നീട് നമ്മൾ കാണുന്നത് നായിക ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. ഈ ഒരു സീക്വൻസാണ്. അതായത് വളരെ സീരിയസ് നോട്ടിൽ ഒരു ഇൻ്റർവൽ പോയിന്റിൽ കൊണ്ട് നിർത്തി പിന്നീട് ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ തെലുങ്കു ഫിലിമിൽ ആ ഒരു ഇതിനകത്തേക്കാണ് പോകുന്നത്. പക്ഷേ ആ പാട്ട് മാത്രമാണ് അവിടെ കല്ലുകടിയായിട്ട് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സിനിമ സീരിയസ് ട്രാക്കിലേക്ക് തന്നെ മാറുകയാണ്. ഇതൊരു നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചേർക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് സീരിയസ് ടോണിലുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇങ്ങനെ ബാക്ക് വരുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ ഒരു മുഷിച്ചിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് പ്രോപ്പറാണ്. പിന്നെ അഥർവയുടെ ക്യാരക്ടറുണ്ട്, ചിന്നദുര എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഈ ക്യാരക്ടറിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ട് പ്രേക്ഷകരായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. പിന്നെ ശ്രീലീലയ്ക്ക് തുടക്കത്തിൽ
വളരെ സീരിയസ് ആയിട്ടുള്ള ലൈഫിൽ എന്തെങ്കിലും ഒരു സീരിയസ് മൊമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാമറിങ് ഉള്ളതായിട്ടൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാമറിങ്ങിൻ്റെ പ്രോബ്ലം ഈ സിനിമയിൽ ടിപ്പിക്കൽ സിനിമാറ്റിക് നോട്ടിലാണ് അവസാനിച്ചിരിക്കുന്നത്. അതും ഒരു കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ജയം രവിയുടെ തിരു എന്ന് പറയുന്ന ക്യാരക്ടർ ഗംഭീരമായിട്ടുള്ള എൻട്രിയും കാര്യങ്ങളുമാണ്. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ ആർക്ക് പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സെക്കൻഡ് ഹാഫും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എൻഡിങ് അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. ഭരണകൂടത്തിനെതിരെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭം, അവരുടെ ത്യാഗം, ഇതെല്ലാം ഒരു പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ വെയിറ്റേജിലൂടെ ഈ സിനിമയിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. സീക്വൻസുകളുണ്ട്, ഭരണകൂടം അവർക്കെതിരെ അഴിച്ചുവിടുന്ന അക്രമങ്ങൾ, അതിൽ കൊല്ലപ്പെടുന്ന ആളുകൾ, അതിനകത്ത് നമുക്ക് വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന സീക്വൻസും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ട്. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ വെയിറ്റേജ് ഇല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നീട് ഒരു മലയാളിയായിട്ടുള്ള ഒരു നായകൻ്റെ ഗസ്റ്റ് റോൾ ഉണ്ട്. പുള്ളിക്കാരൻ ആ യൂണിഫോമിൽ വരുമ്പോൾ ആ സംഭവം അതൊരു ഭയങ്കര മാസ് മൊമെൻറ്റും ഭയങ്കര ട്വിസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പോലും അതൊരു വളരെ കോമഡി ആയിട്ടുള്ള, കാരണം ഒരു പക്ക മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഡൗൺ ആയി പിന്നെ പൊങ്ങി ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ് ഈ പടത്തിൽ ഈ വിപ്ലവത്തിൻ്റെ വിജയം ഇതായിരിക്കുമല്ലോ ഓബിയസ്ലി ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമാക്സ് ആണെങ്കിലും DMK അധികാരത്തിൽ വരുന്നതാണെന്നുണ്ടെങ്കിലും അന്നാദുരയുടെ കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സേഫായിട്ട് തന്നെയാണ് പടം ലാൻഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊന്നും സ്പോയിലറല്ല, ഈ ഒരു സമരത്തെക്കുറിച്ച് അറിയാവുന്നവർക്കെല്ലാം എങ്ങനെയാണ് ഈ സമരം അവസാനിച്ചതെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ്. ആ കാര്യങ്ങളാണ് ഈ സിനിമയിലും വരുന്നത്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ഈ പടം സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് കെ അതിനകത്ത് കറക്റ്റായിരുന്നു. കാരണം ഒരു ലീഡറാണ്, ചെഴിയൻ എന്നാണ്, എന്നൊക്കെ വിളിക്കുന്നുണ്ട്, ചെഗുവേരയുടെ ചെയിലെ. അപ്പോൾ ആ ലീഡർ അതിൻ്റെ നോട്ടം, ഭാവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുള്ളി പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ രവി മോഹൻ്റെ ക്യാരക്ടറാണ് കുറച്ചുകൂടി എല്ലാവർക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഒരു കൊടൂര വില്ലൻ എന്ന് പറയാവുന്ന പുള്ളിയുടെ ആ ഒരു ഐഡിയോളജി, പുള്ളിയുടെ ആ ഒരു കാര്യങ്ങളെല്ലാം, ആ ക്യാരക്ടർ പുള്ളി പിടിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ പുള്ളിയുടെ പ്യുവർ ഡോമിനൻസ് ആണ്. പിന്നെ ഈ ക്യാരക്ടർ അവസാനമൊക്കെ ആകുമ്പോൾ ഈ രീതിയിൽ തട്ടിക്കൂട്ടിയൊക്കെയാണ് ഈ പടത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഴുതിയിരിക്കുന്നതാണ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അഥർവയുടെ ക്യാരക്ടറും. റൈറ്റിംഗ് അത്ര സ്ട്രോങ് അല്ലെങ്കിൽ പോലും പുള്ളി കിട്ടിയത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീലീലയാണെന്നുണ്ടെങ്കിലും അതൊരു വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ ഔട്ട് ട്രാക്ക് ആണെങ്കിലും സെക്കൻഡ് ഹാഫിൽ ആ ക്യാരക്ടറിൻ്റെ പേർപ്പസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു വളരെ സിനിമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അത് ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പപ്പറ്റ് മിനിസ്റ്ററായിട്ട് പ്രകാശ് ബലാവടി കൺവിൻസിങ് പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ടെക്നിക്കലി പടം ഗംഭീരമാണ്. VK ചന്ദ്രൻ വെറ്ററൻസ് ഒക്കെയാണ് ഈ പടത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. 1960s ആ കാലഘട്ടം, ഇതിൻ്റെ ആർട്ട് വർക്ക് ടെക്നിക്കലി ഈ പടത്തിൽ എല്ലാം ടോപ്പ് നോച്ചാണ്. GVPയുടെ ചില വർക്കുകളുണ്ട്. അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു പൊളിറ്റിക്കൽ, ഒരു റെവല്യൂഷണറി തീമിൽ വരുമ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ തോന്നണം. ആ ഒരു വികാരമൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ പുള്ളിയുടെ പാട്ടുകൾ വരുന്നുണ്ട്, പുള്ളിയുടെ BGM വരുന്നുണ്ട്. ഇതിൻ്റെ ക്യാമറ വർക്ക് ഗംഭീരമാണ്, എഡിറ്റിംഗ് ഭയങ്കര ക്രിസ്പാണ്. ഇൻ്റർവൽ പോയിന്റിൽ എഡിറ്റിംഗ് എടുത്ത് പറയാനുള്ള, അങ്ങനെ ടെക്നിക്കലി എല്ലാം കൊള്ളാം. പക്ഷേ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഫൈറ്റാണ്. ഈ ട്രെയിൻ ഫൈറ്റിൽ മോശം VFX ആണെങ്കിലും ആ ഫൈറ്റ് കാണുമ്പോൾ അത്ര എഫക്റ്റീവ് അല്ല. അപ്പോൾ ഈ ഫൈറ്റ് എന്നൊരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ടെക്നിക്കലി എല്ലാം ഗംഭീരമായിട്ട് തന്നെയാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ എൻഗേജിങ് ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് സമയം പോകുമെന്ന് അറിയില്ല, നല്ല കിഡിലൻ ഇൻ്റർവൽ ബ്ലോക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരുപാട് സീരിയസ് ടോണിലുള്ള ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സീക്വൻസുകൾ വരുന്നതുകൊണ്ട് ഒരു മുഷിച്ചിലുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം സേഫായിട്ട് തന്നെ ലാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് UA 16+ ആണ്. പക്ഷേ ഈ പടം പറയുന്ന ഐഡിയോളജി, അതിൻ്റെ രാഷ്ട്രീയം, പിന്നെ ആ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരുപാട് വയലൻസ് സീക്വൻസുകൾ, ആ സീക്വൻസിലാണ് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള വയലൻസ് ആ രീതിയിലൊക്കെ പോകുന്നത് കൊണ്ടും ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ഇതൊരു അഡൾട്ട്സ് ഓൺലി പടമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്സ് പറയുന്ന, നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള, നല്ല പെർഫോമൻസ് ഉള്ള ഒരു പടമാണ് പരാശക്തി. പക്ഷേ സുധാകർ കുറച്ചും കൂടി റൈറ്റിംഗ് സൈഡിൽ ശ്രദ്ധിച്ചിരുന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് ഫിലിം എന്നുള്ള രീതിയിൽ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് പരാശക്തി.